ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. ജീവിതത്തിൽ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ല എന്ന തോന്നലുള്ളവർ അനേകം പേർ നമ്മുടെ ഇടയിലുണ്ട്. കൂടെ നിൽക്കേണ്ടവർ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിൽ ഏകാന്തത അനുഭവപ്പെടാം. ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ടവർ പരിത്യജിക്കുമ്പോൾ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെടാം. മക്കൾ അവഗണിക്കുമ്പോൾ ഏകാന്തത കടന്നു വരാം. സഹായിക്കേണ്ട സ്നേഹിതർ മുഖം തിരിച്ച് കാണാതെ പോകുമ്പോൾ ഏകാന്തത കടന്നു വരാം. ഏകാന്തത കടുത്ത മനോഭാരമാണ് ഉളവാക്കുന്നത്. യേശുവും ഈ ഏകാന്തതയിൽ കൂടി കടന്നുപോയി എന്ന് തിരുവെഴുത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. യേശുവിൻ്റെ കൂടെ നടന്ന് സകല അത്ഭുതങ്ങളും യേശുവിൻ്റെ ഹൃദയസ്പന്ദനങ്ങളും അടുത്തറിഞ്ഞവരാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ. എന്നാൽ ഗുരുവിന് ആപത്ത് വന്നപ്പോൾ യോഹന്നാൻ ഒഴികെ എല്ലാവരും ഓടിയകന്നു. തൻ്റെ സ്വന്തം വംശക്കാർ തള്ളിക്കളഞ്ഞു. താൻ സൗഖ്യമാക്കിയ ഒരുപാട് പേർ ആ നാട്ടിലുണ്ടായിരുന്നു. ആരും യേശുവിൻ്റെ ക്രൂശിനരികിലേക്ക് ഓടിയടുത്തില്ല. ക്രൂശിന്മേൽ അനുഭവിച്ച കനത്ത ഏകാന്തത, ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ ഭൂമിയിൽ ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല. സത്യവേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഏകാന്തത എന്ന ദുഃഖം അനുഭവിച്ച ഒരുപാട് പേരെ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ദാവീദ്. സ്വന്തം അപ്പനും അമ്മയും സഹോദരന്മാരും അവനെ ഉപേക്ഷിച്ചു. അതിനാലായിരിക്കണം ആടുകളെ നോക്കുവാനുള്ള ജോലി അവനെ ഏൽപ്പിച്ചത്. അവൻ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് അവർ വിധി എഴുതി. എന്നാൽ ദൈവത്തിന്റെ കണ്ണുകൾ അവനെ നോക്കിക്കണ്ടത് മനുഷ്യരുടെ ബാഹ്യ കണ്ണുകളെ പോലെ ആയിരുന്നില്ല. എല്ലാവരും ദാവീദിനെ ചെറുതാക്കിയപ്പോൾ ദൈവം ദാവീദിനെ വലിയവനാക്കി. കാരണം ആടുകളെ മേച്ച് ആടുകളുടെ ഇടയനായി കാട്ടിലൂടെ കനത്ത ഏകാന്തതയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴും ഉച്ചസ്വരത്തിൽ ദാവീദ് പാടി, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, എനിക്ക് ഒരു കുറവും സംഭവിക്കുകയില്ല എന്ന് ഏകാന്തതയിലെ ദൈവാശ്രയം അവനെ ഉന്നതനാക്കി. അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴും ഉച്ചസ്വരത്തിൽ ദാവീദ് പാടി, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു കുറവും ഉണ്ടാകുകയില്ല എന്ന്. ഏകാന്തതയിലെ ദൈവാശ്രയം അവനെ ഉന്നതനാക്കി. എന്നാൽ ജീവിതത്തിൽ പാപത്തിൽ പതിച്ചപ്പോൾ അനുതാപത്തോടെയും കണ്ണീരോടെയും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. തന്നെ തേടിപ്പിടിച്ച് കൊല്ലുവാൻ ശൗൽ ഒരു വേട്ടപ്പട്ടിയെ പോലെ പിന്തുടർന്നപ്പോൾ, തൻ്റെ സ്നേഹിതനും മകനും തനിക്കെതിരായി തിരിഞ്ഞപ്പോൾ ദാവീദ് കനത്ത ഏകാന്തതയിൽ കൂടെ കടന്നുപോയി. ആ ഏകാന്തതകളിൽ ദാവീദ് ദൈവമുഖം അന്വേഷിച്ചു പറഞ്ഞു, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. 55-ാം സങ്കീർത്തനം 16-17 വാക്യങ്ങൾ. ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. 27-ാം സങ്കീർത്തനം 13-14 വചനങ്ങൾ. ഇയ്യോബിനുണ്ടായ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണല്ലോ. എല്ലാം തികഞ്ഞ ഇയ്യോബിന് എത്ര ക്ഷണത്തിലാണ് കനത്ത ഏകാന്തതയെ അഭിമുഖീകരിക്കേണ്ടി വന്നത്. 10 മക്കളും സകല സമ്പത്തും ക്ഷണത്തിൽ നഷ്ടപ്പെട്ടു. തല മുതൽ ഉള്ളങ്കാൽ വരെ മാറാത്ത വ്രണങ്ങൾ. കൂടെ നിൽക്കേണ്ട ഭാര്യ തള്ളിപ്പറഞ്ഞു. അടുപ്പമുള്ള സഹായിക്കേണ്ട സ്നേഹിതർ പല കുത്തുവാക്കുകളും ഇയ്യോബിനെ വേദനിപ്പിച്ച് പറയുവാൻ ഇടയായി തീർന്നു. ഇയ്യോബ് ദുഃഖിച്ച് തൻ്റെ ജന്മദിവസത്തെ പോലും ശപിച്ചു. ഒരു ചുഴലിക്കാറ്റിലൂടെ ദൈവം ഇയ്യോബിനോട് സംസാരിച്ചു. ദൈവം ചോദിച്ചു, നിനക്ക് എന്താണ് അറിയുക? നീ എത്ര നിസ്സാരനാണ്, എന്നാൽ ദൈവം എത്ര വലിയവനാണെന്ന്. ഇയ്യോബ് 39, 40, 41 അധ്യായങ്ങളിൽ കൂടി ദൈവത്തിന്റെ മഹാശക്തിയെക്കുറിച്ചും മനുഷ്യന്റെ നിസ്സാരതയെക്കുറിച്ചും യഹോവ ഇയ്യോബിനെ വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇയ്യോബിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു, താൻ ഏകനല്ല എന്ന കാര്യം. മഹാശക്തിമാനായ ദൈവം എപ്പോഴും കൂടെയുണ്ടെന്ന കാര്യം. അതിനാൽ താൻ അഭിമുഖീകരിക്കുന്ന തീവ്രമായ ദുഃഖത്തിന്റെ കനത്ത ഏകാന്തതകളിൽ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരുവനാർ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി.
കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇയ്യോബ് 42:2 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. സ്വന്തം കണ്ണാൽ ദൈവത്തെ കണ്ട് ദൈവം ആരെന്ന് മനസ്സിലാക്കുക, ദൈവത്തെ രുചിച്ചറിയുക. അപ്പോൾ ജീവിതത്തിൽ ഏകാന്തതയുടെ അനുഭവം ഉണ്ടാകുകയില്ല. കാരണം നമ്മുടെ ദൈവം ഇപ്പോഴും ജീവിക്കുന്നു. ആ ദൈവം എപ്പോഴും നമ്മോട് പറയുന്നു, മകനെ മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com